ലക്ഷ്മീനാഥനാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഭജിക്കുന്ന ആളുകൾക്ക് സമ്പൽ സമൃദ്ധിയിൽ ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാവാറില്ല എന്ന് പറയും. തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാനും ലക്ഷ്മീനാഥനായിട്ടുള്ള കൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാവുന്ന ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് നാണയപ്പറ സമർപ്പണം. എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇടവെട്ടി കണ്ണന് ഒരു നാണയപ്പറ നേരുകയാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ ആ നാണയപ്പറ സ്വീകരിച്ച് നിങ്ങളുടെ ആഗ്രഹം നടത്തി തരും എന്നുള്ളത് എത്രയോ ആളുകളുടെ അനുഭവമാണ്. ഈ നാണയപ്പറ സമർപ്പിക്കുന്ന ആളുകൾക്ക് പ്രസാദമായിട്ട് പട്ടിൽ പൊതിഞ്ഞ ഒരു നാണയം പ്രസാദമായിട്ട് കൊടുക്കാറുണ്ട്. അടുത്ത ഒരു വർഷക്കാലത്തിനുള്ളിൽ ഭഗവാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ ആഗ്രഹം സഫലീകരിക്കുന്ന സമയത്ത് ആ നാണയം ക്ഷേത്രത്തിൽ തിരിച്ചെത്തിക്കുകയും ഒപ്പം ഭഗവാന് യഥാശക്തി വഴിപാട് നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് വിധി. ക്ഷേത്രത്തിൽ എത്താതെയും നിങ്ങൾക്ക് നാണയപ്പറയുടെ ഭാഗമാവാനുള്ള അവസരം ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണ് ഉള്ളത് അവിടെ വെച്ച് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ബന്ധപ്പെടാം. നാണയപ്പറ സമർപ്പിക്കാനായി എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും 2ാമത്തെ ഞായറാഴ്ച ക്ഷേത്രത്തിൽ നടക്കുന്ന സൗഖ്യാഭീഷ്ട സിദ്ധി പൂജയുടെ സമയത്ത് ഭഗവാന്റെ വിശേഷപ്പെട്ട ഭാഗ്യസൂക്തം എന്നുള്ള മന്ത്രം ഇവിടെ ബ്രഹ്മസ്വം മഠത്തിലെ ആചാര്യന്മാർ ആ ഭാഗ്യസൂക്തം ചൊല്ലി അർച്ചന കഴിക്കുന്ന സമയത്താണ് നിങ്ങളുടെ പേരിൽ നാണയപ്പറ ഇവിടെ സമർപ്പിക്കപ്പെടുക. അതിന്റെ പ്രസാദമായി ഒരു പൂജിച്ച പട്ടിൽ പൊതിഞ്ഞ നാണയം നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. അത് നിങ്ങൾക്ക് സൂക്ഷിക്കാം. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഭഗവാനോട് നന്ദി പറയാൻ നിങ്ങൾക്ക് ഇടവെട്ടി കണ്ണന്റെ തിരുസന്നിധിയിലേക്ക് വരാം. ഭഗവാന് യഥാശക്തി വഴിപാടുകൾ കഴിച്ച് ഭഗവാനോട് നന്ദി പറയാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാവും. ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ വേഗത്തിൽ അറിയാൻ ഇപ്പോൾ തന്നെ ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.